Hello guys, so welcome to my YouTube channel. ഞാൻ ആദ്യം നമ്മൾ പൂക്കളം കാണിച്ചു തരാം. തട്ടിക്കൂട്ട് പൂക്കളം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ തട്ടിക്കൂട്ട് പൂക്കളം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഞാൻ അങ്ങനെ വോയിസ് ഓവർ വീഡിയോസ് ചെയ്യാറില്ല. പൊതുവേ ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി. കാരണം എനിക്ക് പിന്നെ അത് കാണുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ട്. പക്ഷേ ലാസ്റ്റ് ടൈം ഇട്ട വീഡിയോ കണ്ടപ്പോൾ കുറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ വെറുതെ സൗണ്ട് എഫക്റ്റ് കൊടുക്കാനെക്കാട്ടും കുറച്ചുകൂടെ രസം ഉണ്ടാവുക വോയിസ് ഓവർ ആയിരിക്കുമെന്ന്. പിന്നെ ഞാനും കുറേ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരിക്കും രസം ഉണ്ടാവുക. മേ ബി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ഡിലീറ്റ് ആക്കാൻ മതിയാവും, ക്രിഞ്ച് ഫീൽ ചെയ്തിട്ട്. ആൻഡ് ഈ വീഡിയോ ഞാനൊരു ട്രയൽ വീഡിയോ ആയിട്ട് കൺസിഡർ ചെയ്യാൻ വിചാരിക്കുന്നു. കാരണം ഇതിട്ടിട്ട് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും പിന്നെ ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ ചെയ്യാമല്ലോ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഓണം വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കുന്നതിൻ്റെ പ്രിപ്പറേഷൻസിലാണ്. ഞങ്ങളെ വീട്ടിൽ എല്ലാ കൊല്ലവും വിഷു ഓണമൊക്കെ വരുന്ന ടൈമിൽ ഇതേപോലെ നേർച്ച വെച്ച് കൊടുക്കലുണ്ട് ഫുഡ്. ഞാൻ വിചാരിച്ച എല്ലാ സ്ഥലത്തും ഇത് ഒരു നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാനിപ്പോഴാണ് അറിയുന്നത് അത് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന്. കാരണം ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അവിടെ പല ഡിസ്ട്രിക്ട്സിലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് ഇതൊക്കെ പറയും. ഇവർക്കൊക്കെ ഒരു ആദ്യമായിട്ടാണ് ഇവർ ഇങ്ങനത്തെ ഒരു സംഭവം കേൾക്കുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇപ്പോഴും ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്ന സീനാണ്. ആൻഡ് പോളോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം ഇത് പോളോൻ്റെ ഐ തിങ്ക് ഒരു 3ാമത്തെ ഓണാണ്. എല്ലാ കൊല്ലവും ഈ സംഭവങ്ങളൊക്കെ കാണലുണ്ട്. പക്ഷെ ഇക്കൊല്ലോന് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും നോക്കി നിന്ന് ഓനൊരു കാരണവർ പോലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ടായിരുന്നു. മേ ബി അത് പായസമൊക്കെ അല്ലാണ്ട് ഓൻ ആദ്യം കിട്ടുന്നില്ല പ്രതീക്ഷയിലായിരിക്കാം. ഫുഡൊക്കെ വിളമ്പിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഇപ്രാവശ്യം പ്രാർത്ഥിക്കാനേ കഴിയുന്നില്ല. ഇനി ഇവൻ്റെ കളി കണ്ടിട്ട് ഞങ്ങൾക്ക് ചിരി വരാ. പ്രാർത്ഥിക്കുകയും വേണോ ചിരിക്കുകയും വേണോ, ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ. എല്ലാവരും സദ്യ കഴിച്ച് കഴിഞ്ഞു. പക്ഷെ അപ്പോഴും പോളോന് ആർത്തി കഴിഞ്ഞിട്ടില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലൊക്കെ പായസം കൊടുക്കാനൊക്കെ പോയി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കസിൻ്റെ വീട്ടിൽ പോയി. ഓക്കെ ഗൈസ്, ഇതാണ് കസിൻ. എല്ലാവർക്കും അറിയാമായിരിക്കും, കാരണം എൻ്റെ എല്ലാ വീഡിയോസിലും ഉണ്ടാവലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഔട്ട്ഫിറ്റൊക്കെ കാണിക്കുകയാണ് ഗൈസ്. ഞങ്ങളെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ കോപ്രായം കാണിച്ചുകൊണ്ടേ നിൽക്കും. ഇത് അമ്മുൻ്റെ വീട്ടിലെ പൂച്ചകളാണ് ഗൈസ്. കുറേ എണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ 2 മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും സെറ്റായില്ല. എന്നാലും ഇതിലെങ്കിലും ഇടാലോ. അങ്ങനെ ഞങ്ങളെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഗൈസ്.